സ്റ്റാർട്ടായില്ലേ? ഓക്കെ. ഓഫ് ചെയ്യണ്ട? ഓഫൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാമറ കാണാൻ പാടില്ല. അയാളാ? സംസാരിക്കാനോ നമ്മൾ പറഞ്ഞു വീട്ടിലെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് നേരിട്ടാണ് സംസാരിക്കാൻ വേണ്ടി മാത്രം. വേറൊന്നല്ല, അപ്പുറത്ത് ഒരാൾ ഇഷ്ടമാണ്, ഒരാൾ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ. നാട്ടിലൊരു കുട്ടിയാണ്. നേരിട്ട് സംസാരിക്കാൻ ഒരു നിങ്ങളവൻ്റെ ആരാ? ഒരേ കമ്പനിയാണ്, ഒരേ കമ്പനി തന്നെയാണ്. ഡോക്ടറെ ഞാൻ 6 വർഷത്തോളമായി കണ്ടിട്ട് നേരിട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുക, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ അല്ലാന്ന് പറഞ്ഞ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം അറിയാണ്ട് എന്താ പറയാന്ന് ഒന്നും പറയാണ്ട് പിന്നെ ഞാൻ എന്താ പറയുക? വേറെ ഒന്നല്ല, ഹാപ്പി ബർത്ത്ഡേ ടു യു. സർപ്രൈസാ. ഓന് നീ കാണാൻ ശരിക്കും വിചാരിച്ചില്ല. ഞാൻ അജ്മലിൻ്റെ വർക്ക് ചെയ്യുന്ന ഫോണിലുണ്ട്. വൈഫ് ഗിഫ്റ്റ് തന്നെ. എടുത്ത് സംസാരിച്ചോ? അല്ല, എൻ്റെ കല്യാണക്കാര് ശരിയാവട്ടെ. ഞാനേ മറ്റേ ചാതിൻ്റെ കാര്യം വെച്ചിട്ട് വന്നില്ലേ? ഞാൻ പറ്റില്ല. ചാതിൻ്റെ കാര്യം ആലോചിച്ചിട്ട് വന്നില്ല. ഞാൻ പറ്റില്ല. അല്ല, ഞാൻ സാധനം ആലോചിച്ചിട്ട് വന്നില്ല. ഞാൻ പറ്റില്ല. ഞാനത് പറഞ്ഞു. അല്ല, ആ പാവം പോവാൻ പറ്റാണ്ട് നാട്ടിൽ കിടന്ന് വരങ്ങണ കണ്ടല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറ്റില്ല. റോഡ് ഞാൻ അവിടെ നിന്നില്ല. ഇവർക്കുള്ള ഞാൻ വേറെ കൊടുക്കാം. എൻ്റെ മുറ്റത്തൊന്നും മുഖം എന്തായാലും എൻ്റെ മറ്റേ മനസ്സിൽ വായിച്ചിട്ടില്ല. അങ്ങനെ ഞാനത് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു 4 വട്ടം. ഡീറ്റെയിൽസ് ഞാൻ എടുത്തോളാം. വഴി കുഴപ്പമില്ല പറഞ്ഞു. നാട്ടിൽ നോക്കാൻ കേട്ടാ നല്ല സാധനം അതിനെ പറയാനോട് സന്തോഷത്തോടെ പറഞ്ഞു. എന്തായാലും വേഗം പെണ്ണ് ശരിയാക്കാം.
എന്തായാലും സന്തോഷം. അതൊരു മുമ്പിച്ച് പറഞ്ഞാൽ ശരിയല്ലോ. ബാക്കി നേരിട്ട് എത്തുമ്പോൾ വേറെന്താ പറഞ്ഞ് നാട്ടിലെവിടെ എയർപോർട്ടിൽ നിന്ന് വരുന്ന റോഡ് കോഴിക്കോട്. ഇത് മിഞ്ഞാന്ന് തന്നിരുന്നു സാധനം. അപ്പം ഇങ്ങനെ വിളി കൊണ്ട് വിളിയുണ്ട്. അപ്പം നമ്മളൊരു എനിക്ക് നേരത്തെ സാധനം തന്നു. രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞടാ ഇങ്ങനെ സാധനം ഞാൻ കൊടുക്കണം. ഉറങ്ങിയില്ല. നല്ല പണി ഉണ്ടായിരുന്നു. മൂപ്പറ് അബുദാബിയിൽ അങ്ങോട്ട് വരാൻ നിന്നിനു. അപ്പം വണ്ടി അങ്ങോട്ട് വരാൻ പറ്റാത്തൊരു വിഷമത്താണ് ഇവന് വരാണ്ടിരുന്നത്. അത് ഞാൻ ഇന്ന് രാവിലെ വരാൻ ചേരുന്നു. പിന്നെ ചെറിയൊരു ചേർത്ത് കൊണ്ടായിരുന്നു. പിന്നെ ഞാനോട് പറഞ്ഞു നിങ്ങൾ ഉറങ്ങിയില്ല അവരിങ്ങോട്ട് പറഞ്ഞിട്ട്. സിയാർത്തോ എവിടെ? അല്ലെങ്കിൽ ഒരു സഹോദരൻ ഒക്കെ പറഞ്ഞു. ഇവിടെയോ? അല്ലല്ലോ. ആ അല്ല അവ വേറെ ഫുഡ് ഉണ്ടാക്കിച്ചു. റൂമിലേക്ക് വരുന്ന ഭക്ഷണം കഴിക്കാം. ഇല്ല ഞാൻ ഉറങ്ങിയില്ല. ഞാൻ പുലർച്ചെ 4 മണിക്ക് പണിയുണ്ട്. ഞങ്ങൾ പറഞ്ഞു ചോനോട് പറഞ്ഞു എടാ ലൈറ്റ് ആക്കല്ലേ സെറ്റാക്കി കൊടുക്കുന്നത്. ഞാൻ അത് ആലോചിച്ചിട്ട് വന്നതാണ്. കല്യാണക്കാര് എന്തോ പ്രശ്നമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഇടമൽ ഒന്നാമത്തെ വിഷമം എന്ന് വെച്ചാൽ 6 വർഷമായി ഞാനോട് പറഞ്ഞു 6 വർഷമായിട്ട് പറഞ്ഞു. പിന്നെ എനിക്കൊരു വിഷമമുണ്ട്. പച്ചന 6 വർഷമായിട്ട് അബുദാബിയിൽ നിന്ന് ഇടംബരം വന്നിട്ട് ഒരാളെ കാണാൻ പറ്റുന്ന വെച്ചാൽ പിന്നെ ഇടംബരം വന്നിട്ട് പ്ലാൻ കൊടുക്കണം. വെള്ളം കുടിക്കുന്നതാ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു 6 വർഷം കാണാം.